Hi all, welcome to Naina's Kitchen. ഞാൻ ഇന്ന് ചെയ്യാൻ പോണത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈല് ദഹി വടയാണ്. അതായത് നമ്മൾ തൈരിലിട്ട് കിട്ടണ ദഹി വട. അപ്പോൾ ഇത് ഞാനൊരു സ്പെഷ്യൽ രീതിയിലാണ് ചെയ്യണത്. നമ്മുടെ നോർത്ത് ഇന്ത്യൻ മിന്റ് ചട്നി ഒക്കെ തൈരിൽ മിക്സ് ചെയ്തിട്ടാണ് ഈ വട ചെയ്യണത്. നോർമലി വെറുതെ എല്ലാവരും തൈരിലേക്ക് വട ഇട്ടിട്ട് ചാറ്റ് മസാല ഇട്ടിട്ടാണ് സാധാരണഗതിയിൽ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിനൊരു പ്രത്യേകതയുണ്ട്, നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ്. എനിക്ക് ഈ റെസിപ്പി കിട്ടിയത് എൻ്റെ കസിൻ്റെന്നാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ള റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് 3 സ്റ്റെപ്പായിട്ടാണ് ചെയ്യണേ. നമുക്കൊരു മിന്റ് ചട്നി ഉണ്ടാക്കണം, തൈര് ഒന്ന് ബീറ്റ് ചെയ്യണം, പിന്നെ നമ്മുടെ ഉഴുന്ന് പൊരിക്കണം, വട പൊരിക്കണം. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് കണ്ടോ ഉഴുന്ന് വട അരച്ചു വെച്ചിട്ടുണ്ട്. ഉഴുന്നൊരു 3 മണിക്കൂർ കുതിർത്തിട്ട് വളരെ കുറച്ച് എമൗണ്ട് ഉഴുന്ന് കണ്ടോ, ഒരു തരി ഉണ്ട് ഇതിൽ കണ്ടോ. വളരെ കുറച്ച് എമൗണ്ട് ഉഴുന്ന് നമ്മുടെ ചെറിയ ജാറിലിട്ടിട്ട് 1 ടീസ്പൂൺ വെള്ളം ഒഴിച്ച് ഇത്രയും ടൈറ്റ് ആയിട്ടാണ് ഈ മാവ് കുഴച്ചെടുത്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ തന്നെ കുഴക്കണം, വെള്ളം കൂടി പോവാത്ത രീതിയിൽ. ഞാൻ ഉഴുന്ന് എങ്ങനെ അരക്കണേന്ന് കാണിക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ഉഴുന്നുവടയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട്, അതിൽ പെർഫെക്റ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ട്രൈ ചെയ്യാത്തവരായി ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റുള്ള ഉഴുന്നുവടയാണ്. നമ്മൾ കഴിക്കുമ്പോൾ ശരിക്കും മുരിച്ചിലിന്റെ ടേസ്റ്റ് വരികയും ചെയ്യും, ഉള്ളു നല്ല സോഫ്റ്റുമാണ്. ഞാൻ ഗ്യാരണ്ടി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണത്. ആ ഉഴുന്നുവട അരച്ചപ്പോൾ ഞാനതിൽ അരിയും ഉഴുന്നും കൂടി വറുത്ത് പൊടിച്ച് ചേർത്തിട്ടുണ്ടായി. പക്ഷെ ഇതിൽ അങ്ങനെ ചെയ്യണില്ല. ഇതിൽ വെറുതെ ഉഴുന്ന് കുതിർത്തിട്ട് 3 മണിക്കൂർ കുതിർത്ത് വളരെ കുറച്ച് വെള്ളത്തിൽ ഇത്രയും ടൈറ്റായിട്ട് അരച്ചെടുത്തതാണ് ഈ വട, ഈ ഉഴുന്നിന്റെ മാവ്. നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ അരച്ചു വേണമെങ്കിലും വെക്കാം കേട്ടോ. കുറച്ച് ദിവസത്തേക്ക് വേണമെങ്കിൽ ഒരുമിച്ച് ഇങ്ങനെ അരച്ച് ഫ്രിഡ്ജിൽ വെക്കുക. ഉപ്പ് ചേർക്കാതിരുന്നാൽ മതി. ഉപയോഗിക്കുന്ന സമയത്ത് ഉപ്പ് ചേർക്കുക. ഉപ്പ് ഉഴുന്നിൽ ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വടയ്ക്ക് ഒരു കട്ടിപ്പ് വരും. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഉപ്പിട്ട് വെക്കേണ്ട. നമ്മൾ ഓരോ ദിവസം പൊരിക്കാൻ എടുക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്താൽ മതി. അപ്പോൾ ഇനി അരയ്ക്കണ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ നോക്കിയാൽ മതി, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്യാം. അപ്പോൾ ഇതാണ് ഞാൻ അരച്ചു വെച്ചിട്ടുള്ള ഉഴുന്ന്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മിന്റ് ചട്നി വേണം. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് കേട്ടോ. ഇനി സെക്കൻഡ് സ്റ്റേജ് നമുക്ക് ഇതിലേക്ക് ഒരു നോർത്ത് ഇന്ത്യൻ മിന്റ് ചട്നി വേണം. അപ്പൊ ഇതിലേക്ക് ഞാനൊരു വലിയ പിടി പുതിന എടുത്തിട്ടുണ്ട്. അതിന്റെ പകുതിയോളം മല്ലിയില എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ ചട്നി ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് പുതിനയില മാത്രം വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് 1 അല്ലി വെളുത്തുള്ളി വേണം, 1 പച്ചമുളക് വേണം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ ചാറ്റ് മസാല വേണം, 1/2 ടീസ്പൂണ്. പിന്നെ നല്ല ജീരകം ഉണ്ടല്ലോ, നമ്മുടെ കറികളിലൊക്കെ ഇടണം, പച്ചക്കറികളിലൊക്കെ ഇടണം നല്ല ജീരകം, ചെറിയ ജീരകം, അതും വേണം ഒരു 1/2 ടീസ്പൂൺ. അപ്പൊ ഇത്രയും സംഭവങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ ചട്നി അരയ്ക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് വേണം. ഇത് അരച്ചെടുക്കാനുള്ള ഒരു വെള്ളവും വേണം. നിങ്ങൾ എപ്പോഴും അരയ്ക്കുമ്പോൾ ഇത് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഒരു ചില്ലിന്റെ കുപ്പിയിലാക്കി വെച്ചാൽ മതി ഈ ചട്നി. കാരണം നമ്മൾ കുറച്ചിട്ട് അരയ്ക്കാൻ നോക്കിയാൽ ഇത് ഗ്രൈൻഡറിൽ അരഞ്ഞു കിട്ടൂല. അപ്പോൾ കുറച്ചെങ്കിലും ഒരു ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ അരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഇങ്ങനെ അരച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇത്. കേടായി പോവില്ല. നമുക്ക് 2-3 ദിവസമൊക്കെ ഇങ്ങനെ ഇത് എടുത്തെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ മതി. 1 മാസം വരെ ഈ ചട്നി കേടാവാതിരിക്കും, ഞാൻ ഗ്യാരണ്ടി. ഒരു ചില്ലിന്റെ കുപ്പിയിലാക്കി വെച്ചാൽ മതി. സ്റ്റീലിൽ വെച്ചാൽ കളർ മാറും, അതാണ് പ്രശ്നം. അപ്പോൾ നമ്മുടെ ചട്നി നമ്മൾ അരയ്ക്കാൻ പോകണമല്ലോ. ഞാനൊരു നമ്മുടെ ചെറിയ ഗ്രൈൻഡറിലേക്ക് ഇതൊരു 1/4 കപ്പ് പുതിനയുണ്ട്, ഒരു 1/2 കപ്പ് മല്ലിയിലയുണ്ട്, 1 പച്ചമുളക്, 1 അല്ലി വെളുത്തുള്ളി ഒന്നും കൂടി പോവരുത് കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ നല്ല ജീരകം വേണം. പിന്നെ വേണ്ടത് ചാറ്റ് മസാല, അതൊരു 1/2 ടീസ്പൂൺ വേണം. അപ്പൊ ചാറ്റ് മസാല, നല്ല ജീരകം, പുതിന, മല്ലിയില, പച്ചമുളക്, വെളുത്തുള്ളി, ഇത്രയും സംഭവങ്ങൾ കൊണ്ട് നമ്മൾ ആണ് അരയ്ക്കാൻ പോണത്. അപ്പൊ ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം, ഈ ചട്നി ഒന്ന് അരഞ്ഞു കിട്ടണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം. ഇതിന് ശേഷം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇതാദ്യം ഞാനൊന്ന് അരച്ചെടുക്കട്ടെ, എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ചട്നി ഉണ്ടല്ലോ, ഞാൻ അരച്ചെടുത്തിട്ടെ. ഇതിൽ ഉപ്പ് നോക്കിയിട്ട് ഒരിത്തിരി ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമ്മള് വേറൊരു കാര്യം പറയാനുള്ള എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചാറ്റ് മസാലയ്ക്ക് ഉപ്പുള്ളത് കൊണ്ട് ആദ്യം തന്നെ ഉപ്പിട്ട് അരയ്ക്കണ്ട. ചാറ്റ് മസാലയ്ക്ക് ഒരു പുളിയും ഉപ്പൊക്കെ ഉള്ള ഒരു സ്വാദല്ലേ. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ ഉപ്പിട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. പിന്നെ നല്ല ജീരകമൊക്കെ നമുക്കിപ്പോൾ പോരാന്ന് കുറച്ച് പൊടിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ ചട്നി അരച്ചു കഴിയുമ്പോൾ നമുക്ക് പോരാന്ന് തോന്നുകയാണെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇപ്പം ഈ നല്ല ജീരകത്തിന്റെ അളവിന് കുഴപ്പമൊന്നുമില്ല, പാകമാണ്. പിന്നെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാൻ ശ്രമിക്കാം. വളരെ കുറച്ച് വെള്ളത്തിൽ അരച്ചെടുക്കുക, അല്ലെങ്കിൽ അരഞ്ഞു കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മുടെ ചട്നി റെഡിയായി. ഇനി നമുക്ക് വട പൊരിക്കണം. അപ്പൊ കുഞ്ഞു വടയായിട്ടാണ് ഇത് പൊരിച്ചെടുക്കണം. ഹോൾസ് വേണമെന്ന് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. അപ്പൊ ആദ്യം തന്നെ ഞാൻ ചട്നി റെഡിയാക്കി നമുക്കിനി വട പൊരിക്കാം. അപ്പോൾ ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരേ വടിയായിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പൊ ചെറിയ വടയാണ് ഞാൻ ഇതിന് വേണ്ടി പൊരിക്കണം. സൈസ് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കാം. അപ്പൊ ഓരോ വട നമ്മൾ എണ്ണയിലേക്ക് ഇട്ട ശേഷം ഒരു പാത്രത്തിലേക്ക് വെള്ളം വെച്ചിട്ട് അതിൽ ഡിപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ അടുത്ത വട ഷേപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ കയ്യിൽ നിന്ന് വിട്ടു പോരൂല.
ഞാൻ അതൊക്കെ കാണിക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉഴുന്നുവടയുടെ വീഡിയോ ഇട്ടപ്പോൾ അതിലെല്ലാം വൃത്തിക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ്. നിങ്ങൾ ആ വീഡിയോ എന്തായാലും ട്രൈ ചെയ്യാതിരിക്കരുത് കേട്ടോ. ഞാൻ ഒരു പ്രൊമോഷൻ രീതിയിൽ പറയണതല്ല, നല്ല സൂപ്പർ ഉഴുന്നുവടയാണ്. അത് കഴിച്ച എല്ലാവരും നല്ല അഭിപ്രായം പറയണം ഒരു ഉഴുന്നുവടയുടെ റെസിപ്പിയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും ഉഴുന്നുവട പൊരിക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് പൊരിക്കണം. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഉള്ളു വേവണം, ശരിക്കും വേവണം. കാരണം ഉഴുന്നുവട ഇത്തിരി കട്ടിയിലല്ലേ പൊരിക്കാൻ. അപ്പോൾ ഉള്ളു ശരിക്കും വേവണ്ടേ, എന്നാൽ പുറമൊന്നും മൊരിഞ്ഞും കിട്ടണം. മറ്റേ നമ്മൾ പുറം കരിയും ഉള്ളു വേവൂല, അതാണ് ഒരു പ്രശ്നം. അപ്പം നമുക്ക് ഓരോ വടയായിട്ട് ഇതിലേക്ക് ഇട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കാം. ആദ്യം ഇട്ടത് വേഗമാവും. ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. ആദ്യം ഒന്ന് എണ്ണ ചൂടാക്കിയിട്ട് മീഡിയം ഫ്ലെയിമിലോട്ട് എൻ്റെ ഫ്ലെയിം മാറ്റിയിട്ടുണ്ട്. ഓരോ വടയായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അളവനുസരിച്ച് നിങ്ങൾക്ക് എത്ര വട ഉണ്ടാക്കണം അതനുസരിച്ച് നിങ്ങളുടെ മാവിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ എടുക്കുക. മാവും ഒക്കെ അരച്ചെടുക്കാം. മാവ് വേണമെങ്കിൽ അരച്ച് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ വട ഒന്ന് മറിച്ചിട്ട് തിരിച്ചിട്ട് ഒന്ന് പൊരിച്ചെടുക്കണം എനിക്ക്. അപ്പോൾ അത് ഞാൻ ആദ്യം ചെയ്യട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഒരു സൈഡ് ആയി കഴിയുമ്പോൾ നമുക്ക് മറ്റേ സൈഡിലേക്ക് ഇങ്ങനെ മറിച്ചിടാക്കണം. നല്ല മാവാണേ, നല്ല ഷേപ്പിന് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ നമ്മുടെ ഉഴുന്നുവട പോലെയല്ലേ ഇത്, നമ്മൾ തൈരിലിട്ട് കഴിക്കണോണ്ടുണ്ടല്ലോ ഇതിന് ഷേപ്പ് ഒന്നും അപ്പം അങ്ങനെ കാണൂല കേട്ടോ. അതും ഒരു പ്രത്യേകതയാണ്. ഒരു സൈഡ് വെന്ത് കഴിഞ്ഞിട്ട് മറ്റേ സൈഡ് ചെയ്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ തവിയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇട്ടത് ഇങ്ങനെ ഇതാക്കി കൊടുക്കുക, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ കരിഞ്ഞു പോകുമല്ലോ. എന്നിട്ട് ആദ്യം ഇട്ടത് കോരിയാൽ മതി ഓരോ ലോട്ടായിട്ട്. അപ്പോൾ ഇതാ ഇനി ഞാനിത് മൊത്തത്തിൽ ഒന്നിങ്ങനെ മറിച്ചിട്ടിട്ട് വറുത്തെടുക്കട്ടെ, അങ്ങനെ നമുക്ക് ബാക്കി പ്രൊസീജിയർ ചെയ്യാം. ഇപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റേജ് ആയിട്ട് ചെയ്യേണ്ടത് നമ്മുടെ തൈരോണ്ട്, നമ്മൾ ഇതൊരു ദഹിയിലാണല്ലോ ഇടണം, ദഹി വട എന്നല്ലേ പേര്. അപ്പം നമുക്ക് കുറച്ച് തൈര്, കുറച്ച് ഷുഗറും ഒരു നുള്ളുപ്പും പിന്നെ ചാറ്റ് മസാലയും ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇങ്ങനെ ബീറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഉണ്ടാക്കിയ മിന്റ് ചട്നി ഇതിലേക്ക് ആഡ് ചെയ്യണത് കേട്ടോ. അപ്പൊ ഇതാ തൈര് ഒരു 3 കപ്പ് ഏകദേശം, 3 4 ആയാലും കുഴപ്പമൊന്നുമില്ല. തൈര് നമുക്ക് എടുക്കാം. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. വിസ്കോണ്ട് ബീറ്റ് ചെയ്താൽ മതി, കുഴപ്പമില്ല. ഇതിലേക്കൊരു ടേസ്റ്റ് നോക്കാം. ഇപ്പൊ ഞാനൊരു 3/4 ടേബിൾ സ്പൂൺ ചാറ്റ് മസാല ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ ഷുഗർ ഇടണം കേട്ടോ. 1.5 ടേബിൾ സ്പൂൺ ഷുഗർ, പിന്നെ 3/4 ടേബിൾ സ്പൂൺ ചാറ്റ് മസാല, ഒരു നുള്ളുപ്പ്, ഒരു ബാലൻസ് ഇട്ടാൻ വേണ്ടി ഒരു നുള്ളുപ്പ്. ഈ തൈരിനൊരു മധുരമായിരിക്കും ഉണ്ടാവുക. പിന്നെ നമ്മളിതിൽ നമ്മുടെ മിന്റ് ചട്നി ആഡ് ചെയ്യണോണ്ടുണ്ടല്ലോ, അപ്പൊ ഉപ്പൊക്കെ ബാലൻസ് ആയിക്കോളും. ഇനി ഇത് നന്നായിട്ടൊരു വിസ്ക് വെച്ച് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്യണം, നല്ല പതപ്പിച്ചെടുക്കണം ഈ തൈരിനെ. അപ്പൊ ഞാൻ എളുപ്പത്തിന് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ ബ്ലെൻഡർ വെച്ചാണ് ബീറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നണ് കുറച്ചുകൂടി ഒരു മധുരം വേണം. അത് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ അളവ് പറയാത്തെ. നിങ്ങൾക്ക് ഈ തൈരിന്റെ ഇങ്ങനെ മിക്സ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ആ ടേസ്റ്റ്, നമ്മുടെ ഒരു നാക്കിന്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതനുസരിച്ചിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഒരു 1/4 ടേബിൾ സ്പൂൺ ചാറ്റ് മസാലയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ മൊത്തം 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇട്ട് നമ്മുടെ ഒരു 1/4 ടേബിൾ സ്പൂൺ കൂടി ആകുമ്പോൾ 1 ടേബിൾ സ്പൂൺ ചാറ്റ് മസാല ഇട്ട് ഉപ്പൊക്കെ ഇത്രയും തന്നെ മതി. നമ്മളൊരു നുള്ളു ഉപ്പിട്ടില്ല, അത്രയും തന്നെ മതി. അത് ബ്ലെൻഡർ വെച്ച് ബീറ്റ് ചെയ്യണമെന്ന് ഒരു നിർബന്ധം ഇല്ല കേട്ടോ. ഞാൻ ചെറിയ മോളുള്ളതുകൊണ്ട് സ്പീഡിൽ കഴിയാൻ വേണ്ടിയിട്ട് കുറെ നേരം ബീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. നന്നായിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്യുക. അപ്പോൾ നല്ല തൈര് നല്ല പതഞ്ഞു വരും. അപ്പോഴാണ് ഇത് നല്ലൊരു ടേസ്റ്റ് ഉള്ളൊരു നല്ല ക്രീമി ആയിരിക്കും ഇത് കഴിക്കാനായിട്ട്. ഈ വട എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് വടയായിരിക്കും, എണ്ണയുടെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഇതൊരു നല്ല ക്രീമിൽ കിടക്കുന്ന ഒരു വടയായിട്ടാണ് നമ്മൾ കഴിക്കണത്. അപ്പോൾ ഇപ്പോൾ 1 ടേബിൾ സ്പൂണ് ചാറ്റ് മസാല, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഇതിലേക്ക് ഇതാവണം. കണ്ടോ, നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ തൈരിന്റെ ക്വാണ്ടിറ്റി കൂട്ടണ അനുസരിച്ചിട്ട് നിങ്ങൾ ഇതിന്റെ മെഷർ അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പൊ എനിക്ക് എന്റെ വടകൾ എത്ര ഉണ്ടോ അതനുസരിച്ചിട്ടുള്ള ഒരു തൈരിന്റെ അളവാണ് ഞാൻ പറഞ്ഞത്. 3 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. വലിയ കപ്പിൽ 3 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അതിന്റെ അളവാണ് ഞാൻ ഈ കാണിക്കണത്. പിന്നെ ഇതിന് തൈര് ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരുപാട് പുളിയില്ലാത്ത തൈര് ചൂസ് ചെയ്യുക. ഭയങ്കര പുളിയാകുമ്പോൾ ആ വടയുടെ ടേസ്റ്റ് വേറെ ആയിരിക്കും. അപ്പോൾ പഞ്ചസാരയൊക്കെ ചേർക്കുമ്പോൾ ഒരുമാതിരി ലസ്സിയുടെ ടേസ്റ്റ് ആയി പോകും. അപ്പോൾ കുറച്ച് തിക്കായിട്ടുള്ള അധികം പുളിയില്ലാത്ത തൈര് ഉപയോഗിക്കണം ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഗ്രീൻ ചട്നി ഉണ്ടല്ലോ അത് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെ മിക്സ് ചെയ്താൽ മതി. അത് ഞാൻ 1 ടീസ്പൂണാണ് മിക്സ് ചെയ്യണം. കാരണം ഞാൻ പറഞ്ഞു ഗ്രീൻ ചട്നി നമുക്ക് കുറേ ആയിട്ട് കുറച്ചങ്ങനെ അരച്ചെടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മളിങ്ങനെ അരച്ച്
ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം. നോമ്പൊക്കെ ആവുന്ന സമയത്ത് ഇങ്ങനെ അരച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ വറുത്തത് കഴിക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് നമ്മൾ നോമ്പ് തുറക്കുമ്പോഴേക്ക് കഴിക്കാന്ന് വെച്ചാൽ ഹെൽത്തിയുമാണ്, നല്ല വയറിനൊരു ഹെവിനെസ് ഫീൽ ചെയ്യില്ല. അപ്പൊ നോമ്പൊക്കെ ആവുമ്പോൾ ഇങ്ങനെ അരച്ചു വെച്ചാൽ ഒരു മാസമൊക്കെ കൂളായിട്ട് ഒന്നും പറ്റാണ്ടിരിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. കുറച്ചുകൂടി ഗ്രീൻ ചട്നിയിലേക്ക് ഇടാം കേട്ടോ. എന്നാലാണ് ഒരു ചെറിയൊരു പച്ചക്കളർ ഇതിന് വേണം. അങ്ങനെ ഒരു കുത്ത് വരാനും പാടില്ല. ഇതാ ഇതിന്റെ ടേസ്റ്റ് നിങ്ങൾ നോക്കണം. ചിലപ്പോ പുതിന മാത്രം ഇട്ട് നമ്മൾ അരയ്ക്കുമ്പോണ്ടല്ലോ, പുതിനയ്ക്ക് ഭയങ്കര കുത്താവുമ്പോ ചിലപ്പോ ഇത്രയും ചേർക്കേണ്ടി വരൂല. അപ്പൊ അതൊക്കെ നന്നായിട്ട് നോക്കാം. അപ്പൊ നമ്മുടെ ചട്നി ഏകദേശം റെഡി ആയിട്ടുണ്ടേ. എനിക്ക് ക്യാമറയിൽ ഈ ഗ്രീനിഷ് കളർ കിട്ടണുണ്ടോ എന്ന് ശരിക്കും അറിയില്ല, കാരണം ഇവിടെ നല്ലൊരു വലിയ ലൈറ്റ് ഇട്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് ആ ലൈറ്റിന്റെ ഒരു റിഫ്ലക്ഷൻ നിങ്ങളുടെ വീഡിയോയിൽ കാണും. അപ്പൊ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലാവാൻ എനിക്ക് അറിയില്ല കറക്റ്റ് മനസ്സിലാവുന്നത്. അപ്പൊ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വട എങ്ങനെ സെറ്റ് ചെയ്യാന്ന് നോക്കാം. ഇപ്പൊ നമ്മുടെ വടകൾ ചെറിയ ചെറിയ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിക്കുന്നത്. സൈസ് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യുക. എല്ലാ വടയും പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ എണ്ണമയം പോണം. ഈ വട ഇപ്പൊ നല്ല നോക്കി നല്ല മുരിച്ചിലാണ്, വെറുതെ ചായക്കിടാൻ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ഒച്ച കേൾക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കണ്ടാ നല്ല മുരിച്ചിലുള്ള വടയാണ്. ഇതിനെ വെള്ളത്തിലേക്ക് ഇടാൻ പോവാണ്, നല്ല സോഫ്റ്റ് ആവാനും ഈ എണ്ണയുടെ ചുവ പോവാനും വേണ്ടിയിട്ട്. അപ്പൊ ഞാനിവിടെ ഒരു പാത്രം വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ വടകളൊക്കെ ഇടാൻ പോവാണ്. കണ്ടാ എല്ലാ വടനയും ഇതിലേക്ക് ഇടാണ്. എന്നിട്ട് ഇതൊരു 5 മിനിറ്റ് ഇതിൽ കിടന്നോട്ടെ, ഒന്ന് കുതിരണം, എണ്ണയുടെ ചൊവയൊക്കെ ഒന്ന് പോണം. അത്രേ നമ്മുടെ ഉദ്ദേശമുള്ളൂ. ഇതാ ഞാൻ 2 വട ഒഴിച്ച് ബാക്കി എല്ലാം ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. എൻ്റെ മോൾക്ക് വെറുതെ വട തിന്നാൻ കൊടുക്കാനാണ്. അപ്പോൾ ദാ ഇങ്ങനെ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇതിലേക്ക് ഒന്ന് 5 മിനിറ്റ് ഒന്നും വേണ്ടിയല്ലോ, 2 മിനിറ്റ് കൊണ്ട് തന്നെ ഈ വട കുതിരും. അത് മാത്രവുമല്ല അത് കഴിയുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ വെള്ളം പ്രസ് ചെയ്ത് കളഞ്ഞിട്ട് വേണം നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ നമുക്കിനി തൈരിന്റെ ചട്നി ഉണ്ടാക്കാം. അപ്പൊ നമുക്കിനി ഇപ്പൊ ഞാൻ തൈരിന്റെ ഇതുണ്ടാക്കി നമ്മുടെ ഉഴുന്നുവട പൊരിച്ച് വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഒരു ട്രേ എടുത്തിട്ടുണ്ട് ഞാൻ. അതിലേക്ക് ദാ ഈ ഉഴുന്നുണ്ടല്ലോ ഇങ്ങനെ 2 കൈ വെച്ചിട്ട് വട ഇങ്ങനെ പ്രസ് ചെയ്യാം. അപ്പൊ ഇതിന്ന് വെള്ളം വരുവേ. എനിക്ക് കാണാൻ പറ്റുമോന്ന് എനിക്ക് ഇങ്ങനെ വെള്ളം ഇതിന്ന് പോവും. അതാ അടുത്തത് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ വെള്ളം വീണുണ്ടോ. ഉഴുന്നോടെ വല്ലാണ്ട് പൊട്ടിപ്പോവാത്ത രീതിയിൽ പതുക്കെ പ്രസ് ചെയ്ത് ഈ വെള്ളം കളയാം, അല്ലെങ്കിൽ നമ്മുടെ ചട്നി ഉണ്ടല്ലോ ലൂസായി പോവേ. ഇങ്ങനെ എല്ലാ വടയും ഒരു ട്രെയിലേക്ക് സെറ്റ് ചെയ്യാം. ഈ തൈരിന്റെയൊക്കെ അളവുണ്ടല്ലോ, ഞാനിപ്പോൾ എടുത്തേക്കുന്ന തൈരിന്റെ അളവ് 3/4 ലിറ്ററിന്റെ തൈര് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ തൈരിന്റെയൊക്കെ അളവ് എന്ന് പറയുന്നത് നിങ്ങൾ എത്ര വട ഉണ്ടാക്കും അതനുസരിച്ചിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വെറുതെ ചാറ്റ് മസാല ഇട്ട് ദഹി വട ഉണ്ടാക്കി കഴിക്കണവരാണ്, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ ഫുഡൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇത് മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. ഇതെന്റെ കസിൻ്റെന്ന് കിട്ടിയ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് അവളിത് ഉണ്ടാക്കുമ്പോൾ കഴിക്കാനായിട്ട്. അപ്പോൾ ദാ ഇങ്ങനെ എല്ലാ വടയും സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ മൊത്തം എൻ്റെ വടകളൊന്നും ഇതിൽ സെറ്റ് ചെയ്യട്ടെ, അതിനുശേഷം ബാക്കി കാണിച്ചു തരാം. അപ്പം ഞാൻ വടകളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മേളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച തൈരില്ലേ, പുതിനയുടെ ചട്നി മിക്സ് ചെയ്ത് ഒരു നുള്ളുപ്പും പഞ്ചസാരയും ചാട്ട് മസാലയും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ തൈര് ബീറ്റ് ചെയ്തത്. ഞാൻ ബ്ലെൻഡർ കൊണ്ട് ബീറ്റ് ചെയ്തു എന്ന് വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യണം എന്നില്ല കേട്ടോ. വെറുതെ നോർമൽ നമ്മുടെ ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു കയ്യിൽ കൊണ്ടോ ബീറ്റ് ചെയ്താൽ മതി. ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ ചെറിയ മോളുള്ളതുകൊണ്ട് വേഗമായി കിട്ടാൻ വേണ്ടി ചെയ്തതാണ്. അല്ലാണ്ട് ബ്ലെൻഡർ വേണം നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. പക്ഷെ തൈര് നല്ല പതഞ്ഞ് വരണം, നല്ല ക്രീമിയായി പതഞ്ഞ് വരണം. നമ്മുടെ തൈര് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇപ്പോൾ നമ്മൾ ഉഴുന്നുവടയും അതിന്റെ മുകളിലേക്ക് ആ തൈരിന്റെ മിക്സും കൂടി നമ്മളിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ തന്നെ ചെല്ലണം കേട്ടോ. നമ്മുടെ നമ്മുടെ എല്ലാ ഉഴുന്നുവടനെയും കവർ ചെയ്യണേ. ഇനി നമ്മൾ ഇതിന്റെ മുകളിലേക്ക് വളരെ കുറച്ച് ചാറ്റ് മസാല സ്പ്രിങ്കിൾ ചെയ്യാം. എന്നിട്ട് കഴിക്കുന്ന സമയത്ത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി കേട്ടോ. ഇപ്പൊ കുറേശ്ശെ ഇങ്ങനെ ചാറ്റ് മസാല വളരെ കുറച്ച് മതി. ഞാനിങ്ങനെ മോള് കയ്യിലുള്ളതുകൊണ്ട് ഒരു കൈ കൊണ്ട് ഇട്ടോണ്ടാണ് ഇങ്ങനെ കൂടിപ്പോയത് കേട്ടോ. ഇതാ ഇങ്ങനെ കുറേശ്ശെ ചാറ്റ് മസാല ഇടാം. എന്നിട്ട് കഴിക്കുന്ന സമയത്ത് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ എടുത്താൽ മതി. അപ്പൊ ഈ തൈരിൽ കിടന്നിട്ട് വട കുതിരും. വട നല്ല ഉണ്ടല്ലോ കഴിക്കുന്ന സമയത്ത് ഒരു ക്രീമി പോലെ ആയിട്ടാണ് ഇരിക്കുക. അപ്പോൾ നല്ലോണം തൈര് വേണം എന്നാലേ ശരിയാവുള്ളൂ. ഇപ്പൊ ഞാൻ 3/4 കപ്പ് തൈരാണ് ഇത്രയും മാവിന് എടുത്തത്.
എനിക്കൊരു 19 വടയാണ് കിട്ടിയത്, കുഞ്ഞി 19 വടയാണ് കിട്ടിയത്. അതിന് കറക്റ്റ് തൈരാണ്. 2 വട മാറ്റി ഞാൻ 17 വടക്ക് എനിക്ക് ഇത്രയും തൈര് വേണ്ടി വന്നു കേട്ടോ. അപ്പൊ ഇത്രയും തന്നെ നിങ്ങൾ വേണ്ടി വരും, എന്നാലാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്യാം. നല്ലൊരു റെസിപ്പിയാണ്, ഒരു മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്, ഞാൻ ഗ്യാരണ്ടി. എല്ലാവരും ട്രൈ ചെയ്തൊക്കെ നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ ഒപ്പം തന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പൊ നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.